PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 ആദ്യത്തെ 3 ഘട്ട പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 3 ഘട്ടത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ചാനലിലൂടെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിരുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഘട്ട പരീക്ഷ 7-ാം തീയതി നടക്കാനായിട്ട് പോവാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിലോട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 3 ഘട്ട പരീക്ഷകളിലും ഒരുപോലെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള കുറച്ച് കോമൺ ടോപ്പിക്സ് ഉണ്ട്. ഒരു 10 ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ഘട്ടങ്ങളിൽ അതുപോലെ ചോദിച്ചത് നമ്മൾ ചെയ്തപ്പോൾ 3-ാം ഘട്ടത്തിലും അതേ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് തയ്യാറെടുക്കുന്നവർ ഈ 3 ഘട്ടങ്ങളിലും ഒരുപോലെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഈ 10 ടോപ്പിക്സും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ആ ടോപ്പിക്സ് ഏതൊക്കെയാണ്, ആ ഭാഗത്തു നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. കാരണം PSC സംബന്ധമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, PDF, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോസ് മിസ്സാവാതെ നോട്ടിഫിക്കേഷൻ വരാനൊക്കെ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും ഒരുപോലെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം, മൗലിക അവകാശം. അപ്പോൾ മൗലിക അവകാശത്തിൻ്റെ ഭാഗത്ത് നിന്നും ആദ്യ ഘട്ടത്തിൽ ചോദിച്ച ചോദ്യം ഇതാണ്: മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം എന്താ? ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 25. ഇനി 2-ാം ഘട്ടത്തിൽ ചോദിച്ചത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഉത്തരം ഓപ്ഷൻ സി ആണ്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇനി അടുത്തത് 3-ാം ഘട്ടത്തിൽ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മൗലികാവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? എന്തിനുള്ളതാ? ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം. അപ്പോൾ ഇങ്ങനെ 4 ചോദ്യങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ളത്. നോട്ട് ചെയ്ത് വച്ചല്ലോ. ഇനി 2-ാമത്തെ ടോപ്പിക്ക് 3 ഘട്ടത്തിലും ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്നും ആദ്യ ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 എന്നുള്ളതും ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ് എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. ഇനി 2-ാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യം ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് എന്ന് ചോദിച്ചു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇനി 3-ാം ഘട്ടത്തിൽ ചോദിച്ചത് ഇതാണ്: ഏത് രേഖാംശത്തിൽ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മുടെ 2-ാമത്തെ കോമൺ ടോപ്പിക്. ഓക്കെ അല്ലേ? അടുത്തത് 3-ാമത്തെ ടോപ്പിക്ക് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ ആദ്യഘട്ടം ചോദിച്ചത് ഇതാണ്: കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പാമ്പാടും ചോല ഇടുക്കി എന്നുള്ളതും ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ എന്നുള്ളതും. ഇനി 2-ാം ഘട്ടത്തിൽ ചോദിച്ചത് പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2003. ഇനി 3-ാം ഘട്ടത്തിൽ ചോദിച്ചത് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1984. അങ്ങനെ 3 ഘട്ടങ്ങളിലും ചോദിച്ച ടോപ്പിക്കാണ് വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, ഇനി 4-ാമത്തെ ടോപ്പിക്കായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ
ചോദ്യം ആദ്യഘട്ടത്തിൽ ചോദിച്ചത് കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയല്ലാത്തത്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്ദിരാഗാന്ധി. ഇനി മൂന്നാം ഘട്ടം ചോദിച്ചത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പള്ളിവാസലാണ്. അപ്പോൾ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നാലാമത്തെ ടോപ്പിക്ക് കേട്ടോ, ആവർത്തിച്ച് ചോദിച്ചത്. ഇനി അഞ്ചാമത്തെ ടോപ്പിക്ക് ധാതുക്കളും അയിരുകളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുമാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ചോദിച്ച ചോദ്യം ഇതാണ്: ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം മാത്രമാണ് ശരി. ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ ആവുന്നതാവണം. അടുത്തത് രണ്ടാം ഘട്ടം ചോദിച്ചത് നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്നുള്ളത്. ഇനി മൂന്നാം ഘട്ടം ചോദിച്ചതും സെയിം. നോക്കുക, ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള അഞ്ചാമത്തെ ടോപ്പിക്കാണ് ധാതുക്കളും അയിരുകളും എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇനി അടുത്തത് ആറാമത്തെ ടോപ്പിക്കായിട്ട് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ. അതിൽ ആദ്യഘട്ടം ചോദിച്ച ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അനാരോഗ്യകരമായ ഭക്ഷണശീലം. രണ്ടാം ഘട്ടം ചോദിച്ചത് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. അമൃതം. ഇനി അടുത്തത് മൂന്നാം ഘട്ടത്തിൽ ചോദിച്ചത് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ടൈഫോയിഡ്. ഇനി രണ്ടാം ഘട്ടത്തിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി. ഓക്കെ, മൂന്നാം ഘട്ടത്തിൽ ചോദിച്ചതാണ്. അമൃതം ആരോഗ്യം. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെടുത്തി 3 ഘട്ടങ്ങളിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആറാമത്തെ ടോപ്പിക്കായിട്ട് നോട്ട് ചെയ്ത് വച്ചേക്കാം. അടുത്തത് ഏഴാമത്തെ ടോപ്പിക്ക് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസിനെ കുറിച്ച് ആദ്യഘട്ടത്തിൽ ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വിറ്റമിൻ ഡി ആണ്. ആദ്യഘട്ടത്തിൽ തന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യമാണ് ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഉത്തരം ഓപ്ഷൻ സി ആണ്. പെർനീഷ്യസ് അനീമിയ. ഇനി രണ്ടാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണ് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ വിറ്റമിൻ എ ആണ്. അടുത്തത് മൂന്നാം ഘട്ടത്തിൽ ചോദിച്ചത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വിറ്റമിൻ ഡി. അപ്പോൾ 3 ഘട്ടത്തിലും കൂടെ ആയിട്ട് 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വൈറ്റമിൻസിനെ കുറിച്ച്. അപ്പോൾ ആ ടോപ്പിക്ക് ഏഴാമത്തെ ടോപ്പിക്കായിട്ട് നോട്ട് ചെയ്ത് വച്ചേക്കാം. ഇനി എട്ടാമതായിട്ട് ചോദിച്ചതാണ് രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്ക്. 3 ഘട്ടത്തിലും കൂടെ 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചോദിച്ചത് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? വില്ലൻ ചുമയ്ക്ക് കാരണം ഓപ്ഷൻ എ ആണ്. ബോർഡെറ്റെല്ല പെർട്യൂസിസ് എന്ന് പറയുന്നത്. അടുത്തത് അമീബിക് മെനിഞ്ചോ. ഇത് രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചാണ്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെഗ്ലേറിയ ഫൗലേറി. അടുത്തത് മൂന്നാം ഘട്ടത്തിൽ 2 ചോദിച്ചു. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. വിബ്രിയോ. ഒരു ചോദ്യം കൂടെ ഉണ്ട്. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാവുന്ന രോഗബാധ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചിക്കൻ പോക്സ്. അപ്പോൾ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 4 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് 9ാമത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. പത്രങ്ങൾ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ചോദിച്ചത് താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകന്റെ ജേണൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മറാത്ത.
രണ്ടാം ഘട്ടം ചോദിച്ചത് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 3ഉം 4ഉം, മിറാത്തുൽ അക്ബറും സമ്പാദ് കൗമുദിയും. ഇനി മൂന്നാം ഘട്ടത്തിൽ ചോദിച്ചത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് മിതവാദി. ഇപ്പൊ 3 ഘട്ടത്തിലും കൂടെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പത്രങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് 9ാമത്തെ ടോപ്പിക്ക്. ഇനി 10ാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത് പഞ്ചവത്സര പദ്ധതികളാണ്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് വരുന്ന ചോദ്യമാണ്. നോക്കുക, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അപ്പോൾ ശരിയല്ലാത്തതെന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കേ. 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്, അത് ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമേരിക്കൻ മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്, ഓപ്ഷൻ സി ആണ് തെറ്റ്. പിന്നെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇവിടെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്കാണ് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി രണ്ടാം ഘട്ടം ചോദിച്ചത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം, സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവ. ഇനി മൂന്നാം ഘട്ടം ചോദിച്ചത് പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച, ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ആണ് 9ാം പഞ്ചവത്സര പദ്ധതി. അപ്പം ഇങ്ങനെ 3 ചോദ്യമാണ് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെടുത്തി 3 ഘട്ടങ്ങളിൽ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 10 ടോപ്പിക് ആയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത്. മൗലിക അവകാശങ്ങൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിലേതാണ്. പിന്നെ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, ധാതുക്കളും അയിരുകളും, ജീവിതശൈലി രോഗങ്ങൾ, വൈറ്റമിൻസ്, രോഗങ്ങളും രോഗകാരികളും, പത്രങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ. ഇതാണ് 10 ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും ഈ 10 ടോപ്പിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഉറപ്പായിട്ടും നമുക്കിതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത ഘട്ടക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്